കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം LDF സ്ഥാനാർത്ഥികളുടെ ചിഹ്നമാണ്. 37 വാർഡുകളുള്ള നഗരസഭയിൽ 28 വാർഡുകളിലും CPM ഉൾപ്പെടെയുള്ള LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കുന്നമംഗലം MLA PT റഹീം നയിക്കുന്ന നാഷണൽ സെക്യുലർ കോൺഫറൻസിന്റെ ക്ലാസ് ചിഹ്നത്തിലാണ്. CPM താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ നേതാവുമായ കളത്തിങ്ങൽ ജമീലി അടക്കമുള്ള CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത് ഗ്ലാസ് ചിഹ്നമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ 6 പേർ മാത്രമാണ് ജനവിധി തേടുന്നത്. സ്വന്തം പാർട്ടിയും ചിഹ്നവും മറച്ചുവെച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ പേരിൽ CPM നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കുന്നത് എന്തിനാണ് എന്നാണ് UDFന്റെ ചോദ്യം. ഇതിന് CPM നേതാക്കൾ ഉത്തരം പറയണമെന്നും ഇവർ പറയുന്നു. സ്വതന്ത്രമായി മത്സരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞങ്ങൾ പാർട്ടിയിലെ പല ആളുകളും സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുണ്ട്. പാർട്ടി മാറി. CPMന്റെ പ്രധാനപ്പെട്ട കൊടുവള്ളിയിലെ നേതാക്കന്മാർ ചുറ്റിക അരിവാൾ നക്ഷത്രം മാത്രമല്ല ഒഴിവാക്കിയത്. അവരുടെ പ്രത്യയശാസ്ത്രത്തെ, അവരുടെ പാർട്ടിയെ തന്നെ ഒഴിവാക്കിയിട്ട് മറ്റൊരു പാർട്ടിയിൽ, കൊടുവള്ളിയിലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ പേരിൽ മത്സരിക്കേണ്ട രാഷ്ട്രീയ ഗതികേടിന്റെ പേരാണ് കൊടുവള്ളിയുടെ ചരിത്രം പറയാനുള്ളത്. എന്നാൽ തങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലും ക്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ടെന്നും ഇതൊരു വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ലെന്നുമാണ് LDF സ്ഥാനാർത്ഥികൾ പറയുന്നത്. അപ്പം ഞങ്ങൾ കൊടുവള്ളിയിൽ ഈ കാലത്ത് അത്രയും പൊതുവെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഇലക്ഷനിൽ സാധാരണ മത്സരിക്കാറ്. പ്രിയപ്പെട്ട PT റഹീം സാഹിബ് 2006 തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ചത് ഗ്ലാസ് ചിഹ്നത്തിലാണ്. കാരാട്ട് റസാഖ് സാഹിബ് മത്സരിച്ചതും ഗ്ലാസ് ചിഹ്നത്തിലാണ്. അത് കൊടുവള്ളിക്കാർക്ക് വലിയ രീതിയിൽ പരിചയമുള്ളൊരു ചിഹ്നമാണ് ഗ്ലാസ് എന്നത്. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF അവരുടെ ആരോപണത്തെ പ്രതിരോധിക്കുകയാണ്. ലീഗിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ എടുത്തുകാണിച്ച് ആരോപണത്തെ എതിർക്കുമ്പോഴും ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ച് ലീഗ് കോട്ട പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് LDFന്റേത്. അമൃത ന്യൂസ്, കോഴിക്കോട്.